അറിവിൽ ഒന്നിക്കാൻ നോക്കുമ്പോൾ ജഡത്തിലായി പോകും, ശവത്തിലായി പോകും. എൻ്റെ കൂടുതൽ പുസ്തകം പഠിപ്പിക്കുന്നതെല്ലാം അറിവ്, അത് ജഡത്തിൻ്റെ ആവശ്യമാണ്. അത് ശരീരത്തിൽ ജീവനുണ്ടെങ്കിൽ ജീവൻ്റെ പശ്ചാത്തലത്തിൽ അറിവ് കൈകാര്യം ചെയ്യാനുള്ള എല്ലാ പ്രാപ്തിയും ഉണ്ടാവും. അറിവ് ആരും പഠിപ്പിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. അറിവ് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ തന്നെ അത് പ്രശ്നമാണ്. അറിവ് പഠിപ്പിച്ചു കൊടുക്കാൻ ശ്രമിക്കുന്നത് തന്നെ ഒരു വ്യക്തി, ജീവിക്കാത്തൊരു വ്യക്തിയാണ് അറിവ് പഠിപ്പിച്ചു കൊടുക്കുന്നത്. അറിവ് പഠിപ്പിച്ചു കൊടുക്കേണ്ടതല്ല, ഒരു വ്യക്തിയുടെ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ രൂപം കൊണ്ട് വരുന്നതാണ് അറിവ്. ഇത് ഒരാളുടെ അറിവ് മറ്റൊരാൾക്ക് പകർന്നു കൊടുക്കുന്ന ഭാവം. അങ്ങനെ അറിവ് പകർന്നു കൊടുത്ത് അറിവിൽ ബന്ധനസ്ഥരായി. അറിവുള്ള കുറേ ആൾക്കാരുണ്ട്, പക്ഷെ ബോധമില്ല. അറിവ് കൊണ്ട് ജീവിക്കുന്ന ഭാഗം മറഞ്ഞുപോയി. അറിവ് ജീവിതത്തെ മറച്ചു വച്ചിരിക്കുക. ജീവിക്കാനുള്ള ആ ഒരു സവിശേഷത, നിരന്തരം നിത്യമായിട്ട് നിലനിൽക്കുന്ന സവിശേഷത അറിവിൽപ്പെട്ട ഒരു കൂട്ടം ആൾക്കാർ, അത് സമൂഹമായി. അറിവിൽ പെട്ടപ്പോൾ സമൂഹം എന്ന് പറയുന്ന മനുഷ്യർ മാത്രം ഉൾപ്പെട്ട് നിൽക്കുന്ന ഒരു പറ്റം മനുഷ്യർ, ഒരു ശവം മാത്രമേ ഉള്ളൂ. അതിനകത്ത് ശിവമില്ല. പ്രാസോപ്പിച്ച് പറഞ്ഞാൽ വേണ്ട, അതിനകത്ത് ആ ചൈതന്യമില്ല. ഞാനിപ്പോൾ ശിവമെന്ന് പറഞ്ഞിട്ട് അതിനകത്ത് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഒരു വ്യക്തി ജീവൻ്റെ ഭാഗത്ത് ഒരു മതത്തെയും കേന്ദ്രീകരിച്ചല്ല, ഒരു മനുഷ്യനും ഒരു മതത്തെ കേന്ദ്രീകരിച്ച് ഉണ്ടായിട്ടുള്ളതല്ല. മനുഷ്യന് ഉണ്ടായതിനു ശേഷമാണ് മതങ്ങൾ ഉണ്ടായിരിക്കുന്നത്. എന്തെങ്കിലും മതം മനസ്സിൻ്റെ അവസ്ഥയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അപ്രത്യക്ഷമായി പോകുന്നതാണ്. പക്ഷെ നിരന്തരം നിലനിൽക്കുന്ന നമ്മളെ നിലനിർത്തുന്ന ഒരു ശക്തി ഇവിടെയുണ്ട്. അത് ഒരിക്കലും നശിച്ചു പോകുന്നതല്ല. അതുകൊണ്ട് അതിന് തർക്കമോ അടിയോ വഴക്കോ ഒന്നും ആവശ്യമില്ല. വിശ്വാസവും ആവശ്യമില്ല. ഞാനുണ്ട് എന്നുള്ളതൊരു വിശ്വാസമല്ല, അതൊരു യാഥാർത്ഥ്യമാണ്. അതിൽ മാത്രമേ നമ്മുടെ തുടർച്ച അനുഭവിക്കുന്നത് ബോധത്തിലാണ്. അങ്ങനെ ബോധത്തിൽ ഒരു വ്യക്തിക്ക് നിൽക്കാൻ സാധിക്കുന്നു. ബോധത്തിൽ നിലനിൽക്കുന്നില്ല. ഒരു വ്യക്തി നിലനിൽക്കുന്നത് ബോധത്തിലാണ്. അപ്പോൾ ബോധവുമായിട്ട് ബന്ധമില്ലെന്ന് വെച്ചാൽ മരണവുമായിട്ടാണ് ബന്ധം. കാരണം ബോധം ഒരിക്കലും മരിക്കുന്നില്ല. ബോധം ഒരിക്കലും മരിക്കത്തില്ല. അപ്പോൾ അറിവ് സമ്പാദിക്കാൻ നോക്കിയാൽ അതിൻ്റെ അർത്ഥം ബോധമില്ലെന്നുള്ളതിൻ്റെ സൂചനയാണ്. അറിവാണ് വേണ്ടത് എന്ന് മുൻകൂട്ടി തീരുമാനമെടുക്കുന്നുണ്ടെങ്കിൽ അത് ബോധമില്ലാത്തതിൻ്റെ സൂചനയാണ്. അറിവ് സമ്പാദിച്ചിട്ടുള്ളവർ അറിവിനെ കേന്ദ്രീകരിച്ച് കൂട്ടായ്മ ഉണ്ടാക്കും. എനിക്ക് ഇന്ന അറിവുണ്ട്, അതുകൊണ്ട് ആ അറിവിനെ കേന്ദ്രീകരിച്ചുള്ള കൂട്ടായ്മ അവിടെ സംഭവിക്കും. അതിന് വ്യത്യസ്തമായിട്ടുള്ള കൂട്ടായ്മകളുണ്ടാവും. പക്ഷേ എല്ലാ കൂട്ടായ്മകളും നിലനിൽക്കത്തില്ല. ബോധത്തിൽ നിൽക്കുന്നവർ അതൊരു കൂട്ടായ്മ ഉണ്ടാക്കേണ്ട ആവശ്യവുമില്ല. ഇത് ഹിന്ദുക്കളുടെ രാജ്യമാണ് അങ്ങനെ പറയുന്നവരുണ്ടാവും, പക്ഷേ അത് നിലനിൽക്കത്തില്ല. ഇത് ക്രിസ്ത്യാനികളുടേതാണ്, ഇത് മുസ്ലിമിൻ്റെ ആണ്, ഇങ്ങനെ നിലനിൽക്കത്തില്ല. ഇത് എല്ലാവരുടേതുമാണ്, ഇതെല്ലാവർക്കും ഉള്ളതാണ്. ഇത് ആർക്ക് വേണ്ടിയിട്ടും പ്രത്യേകിച്ച് പതിച്ചു കൊടുത്തിട്ട് ഒന്നുമില്ല. അത് ബോധമുണ്ടെങ്കിലേ മനസ്സിലാകത്തുള്ളൂ. അറിവിൽ പ്രതിസന്ധികളുണ്ടാകും. അറിവിലൂടെ ജീവിതം മുന്നോട്ട് പോകത്തില്ല മാത്രം. ബോധം കൊണ്ടെങ്കിൽ അറിവും കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യുക. അറിവൊരു വ്യക്തിയുടേതാണ്. അത് വ്യക്തിയുടെ ജീവിതത്തിൻ്റെ ഭാഗത്തൂടെ കടന്നു പോകുമ്പോൾ തനിയെ ഉണ്ടാകുന്നതാണ്. അവിടെ ഉണ്ടായിക്കോളും. അറിവ് ആരും കൊടുക്കാൻ നോക്കണ്ട. അറിവ് കൊടുത്താണ് ഇന്ന് അറിവ് മാത്രമുള്ളവനായിട്ട് മാറി. അവനവനില്ല, അവനിൽ കുറേ അറിവ് മാത്രമുണ്ട്, അവനുണ്ടെന്നുള്ള ബോധ്യമില്ല. സ്കൂളുകളും വിദ്യാലയങ്ങളും വിദ്യാഭ്യാസ സമ്പ്രദായവും അടിസ്ഥാനപരമായിട്ട് തെറ്റായിക്കൊണ്ടിരിക്കുക. ഒരു വ്യക്തി ജീവിക്കുന്ന ഭാഗത്തിന് തടസ്സം നിൽക്കുന്ന രീതിയിലുള്ള ട്രെയിനിങ് ആണ് കൊടുക്കുന്നത്. ഫോഴ്സ്ഫുൾ ട്രെയിനിങ്. അതുകൊണ്ട് അവർ ഫോഴ്സ്ഫുള്ളിയാണ് എല്ലാം അടിച്ചേൽപ്പിക്കുകയും തർക്കിക്കുകയും അസ്വസ്ഥനായിക്കൊണ്ടാണ് അവർ കാര്യങ്ങൾ സ്ഥാപിക്കാൻ നോക്കുന്നത്. നമ്മൾ സ്ഥാപിച്ചെടുത്ത് ഒന്നും ഇരിക്കത്തില്ല. ഇവിടെ പ്രകൃതി പ്രപഞ്ചം അനുയോജ്യമായിട്ടുള്ള രീതിയിൽ
കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നുണ്ട്. അത് ഏറ്റെടുത്ത് കൈകാര്യം ചെയ്യാൻ തുടങ്ങിയാൽ അത് മുന്നോട്ട് പോകത്തില്ല. നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു ശക്തി അവിടെ നിലനിൽപ്പുണ്ട്. അതുകൊണ്ടുള്ള ബന്ധത്തിലാണ് ജീവിതം. അത് വളരെ സിമ്പിളാണ്, അത് വളരെ പവർഫുള്ളാണ്. ലോകത്തിൽ ഏത് കാലഘട്ടത്തിലും എവിടെയായിരുന്നാലും അത് വളരെ പെർഫെക്റ്റായിട്ട് ഉണ്ടെന്നുള്ളതാണ്. ഒരു കോട്ടവുമില്ല. ഓക്കെ.